മഹത്സേവാം ദ്വാരമാഹുർവിമുക്തേ തമോദ്വാരം യോഷിതാം സംഗിസംഗം മഹാം ദസ്തേ സമചിത്ത പ്രശാന്ത വിമന്യവ സുഹൃത സാധവോയേ. മഹത് സേവാം എന്ന് പറഞ്ഞുകൂടെ? മഹാജനങ്ങളെ പോയി സേവിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവരെ പരിചരിക്കുക. നമ്മുടെ ദേവഹൂതി കർദമ പ്രജാപതിയോട് പറയുന്ന ഒരു വിശേഷപ്പെട്ട ശ്ലോകമുണ്ട്. എന്താണെന്നറിയോ? സംഗോയ സംസൃതേർഹേതു അസത്സു വിഹിതോ അധിയ സയേവ സാധുഷു കൃതോ നിസ്സംഗത്വായ കൽപ്പതേ. സാധാരണ സംഘം എന്ന് പറയുന്നത് ഒട്ടൽ, അതൊരു ദോഷമായിട്ടാണ് ഭഗവത്ഗീതയിൽ ചിത്രീകരിക്കുന്നത്. സക്തി തെറ്റാണ്, അസക്തിയാണ് ഉത്തമം. സക്തി ബന്ധിപ്പിക്കുന്നതാ, അസക്തിയോ മോചിപ്പിക്കുന്നതുമാണ്. അപ്പോൾ സംഘം എന്ന് പറയുന്നത് വലിയൊരു ദോഷമാണ്. സംഗോയ സംസൃതേർഹേതു, ഈ സംസാരത്തിനും തുടർന്നുള്ള സംസാര ബന്ധനത്തിനും കാരണം ലോകവസ്തുക്കളോടുള്ള സംഘമാണ്. അസത്സു വിഹിതോ അധിയ, ബുദ്ധിയില്ലാത്തവരാൽ തെറ്റായ വസ്തുക്കളോട് സംഘം തോന്നുന്നതാണ് എല്ലാവിധത്തിലുള്ള വിഷമങ്ങൾക്കും കാരണം. സയേവ സാധുഷു കൃതോ, അതേ ഒട്ടലും അതേ അടുപ്പവുമുണ്ടല്ലോ, അത് സജ്ജനങ്ങളിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിലോ നിസ്സംഗത്വായ കൽപ്പതേ. അപ്പോൾ സജ്ജനങ്ങളോടും മഹാത്മാക്കളോടും ഗുരുജനങ്ങളോടും മഹാഭക്തന്മാരോടും നമുക്ക് തോന്നുന്ന സംഘമുണ്ടല്ലോ, എത്ര നല്ല ഒട്ടലായാലും വിരോധമില്ല, അത് മോക്ഷത്തിന് വഴി തെളിയിക്കും. അതാണ് ഈ മഹത്സേവയെ പറ്റി പറയുന്നത്.